നമസ്കാരം. നിങ്ങൾ കാശ് മുടക്കി പണിത നിങ്ങളുടെ വീടിന് പിണറായിയുടെ വക ഇനി മുതൽ പ്രതിമാസ യൂസർ ഫീസ് വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. നമ്മുടെ പിണറായി സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും, അതിങ്ങ് മര്യാദയ്ക്ക് തന്നോണം. അതായത് ഞങ്ങൾ പറയുന്ന പണം അതിപ്പോൾ സെസ്സാണെങ്കിലും പിഴയാണെങ്കിലും ഇങ്ങ് തന്നോണം, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരമറിയും. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയാൽ തരും. അതിപ്പോൾ പെൻഷനാണെങ്കിലും ശമ്പളമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നിയാൽ തരും. ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. കഴിഞ്ഞ 7-8 വർഷങ്ങളോളമായിട്ട് പിണറായി മന്ത്രിസഭയാണ് നമ്മുടെ കേരളം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയാണ് ഇപ്പോൾ ഇങ്ങനെ ഏകദേശം ഇപ്പോൾ 2.5 വർഷത്തോളം ബാക്കിയുണ്ട്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര പേരെ ഭരണം പോകുമെന്നറിയില്ല. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ, അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ വീടുകൾ മുതൽ കൊട്ടാരങ്ങൾ വരെ പണിത് താമസിച്ച് വരുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരന് എന്തൊക്കെയാണ് കേരള സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമേ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെ, തിരികെ കിട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് മലയാളികൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ കാര്യം സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്നതാണ്. നമുക്ക് എന്തോരം സ്ഥലമുണ്ടോ അതിൻ്റെ നികുതി അടയ്ക്കുക എന്നതാണ്. അത് വലിയ തുകയൊന്നുമല്ല, ഇപ്പോൾ ചെറിയൊരു തുകയാണ്. പക്ഷേ ഇനി അത് എന്നാണ് വലിയ തുകയാക്കുക എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. ഇനിയാണ് ഇതിന് പിന്നാലെ മറ്റു ഫീസുകൾ പുറകെ വന്നു തുടങ്ങുന്നത്. നമ്മളൊരു പുതിയ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് സർക്കാരിലേക്ക് ഒരു അപേക്ഷാ ഫീസ് നമ്മൾ നൽകണം. അതായത് ഞാൻ എൻ്റെ സ്ഥലത്ത് സ്വന്തമായിട്ട് ഒരു വീട് പണിയാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ അടുത്ത് അപേക്ഷിക്കണം. അങ്ങനെ ഒരു വീട് വയ്ക്കാനായിട്ട് അപേക്ഷ കൊടുക്കണം. എന്തൊരു വൃത്തികെട്ട നടപടിയാണെന്ന് നോക്കി. ഓർക്കണം, വലിയ ബിസിനസ്സും തുടങ്ങാനല്ല, ഒരു പൗരന് അവൻ്റെ കിടപ്പാടം പണിയാൻ അല്ലെങ്കിൽ അന്തി ഉറങ്ങാനായിട്ട് ഒരു കൂര ഉണ്ടാക്കാൻ അനുമതി വാങ്ങാനായിട്ട് അപേക്ഷ വയ്ക്കണം, അതും സ്വന്തം സ്ഥലത്ത്. ശരി, സംബന്ധിച്ച് നമ്മളെല്ലാവരും അപേക്ഷ സമർപ്പിച്ച് നമുക്ക് അനുമതി കിട്ടിയെന്ന് വെക്കുക. ഇവിടെയും തീരുന്നില്ല. അപേക്ഷാ ഫീസ് നൽകി കഴിഞ്ഞു. ഇനിയാണ് അപേക്ഷാ ഫീസ് നൽകിയതിന് ശേഷം അടുത്ത വരുന്നതാണ് പെർമിറ്റ് ഫീസ്. പെർമിറ്റ് ഫീസ് വേറെയും നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു പൗരന് അന്തി ഉറങ്ങാനായിട്ട് വീട് പണിയുന്നതിനുള്ള അനുമതി പെർമിഷൻ തരണമെങ്കിൽ ആ പെർമിറ്റ് ഫീസ് വേറെയും നൽകണം. അതാണ് ഇപ്പോൾ വലിയൊരു കൊള്ളയായിട്ട് മാറിയിരിക്കുന്നത്. അതിന് നേരത്തെ ഏകദേശം ഒരു 1500 രൂപയൊക്കെ വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 23,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. അതായത് ഒരു വീട് വയ്ക്കാനുള്ള അനുമതിയാണ് ഈ തുക. ഓക്കെ, നമ്മൾ ഈ അനുമതി ഫീസ് അഥവാ പെർമിറ്റ് ഫീസ് അടച്ചെന്ന് വെക്കുക. ഇനിയാണ് നമ്മൾ വീട് പണിയിലേക്ക് കടക്കുക. അതായത് നമ്മൾ വീട് പണി തുടങ്ങി. വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമൻറ്റ്, കമ്പി, തടി, മണൽ, പാറപ്പൊടി തുടങ്ങി സർവ്വനിർമ്മാണ വസ്തുക്കൾ നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കൊള്ളണം. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. കാരണം നമുക്ക് താമസിക്കാനുള്ള വീടല്ലേ. അങ്ങനെ നമ്മുടെ വീട് പണി പൂർത്തിയായി. ആ വീട് പണിയാൻ വന്ന പണിക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ കൂലി കൊടുത്തു. സർക്കാർ പറയുന്ന കൂലിയല്ല, നാട്ടിലുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കൂലി കൊടുത്തു. അവർക്ക് ചില വിശേഷ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഇനി വാർപ്പ് നടക്കുന്ന സമയം പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എല്ലാത്തിനും വേറെ വേറെ ചിലവുകൾ എല്ലാം കഴിഞ്ഞ് പണിക്കാർക്ക് പണി തീർത്ത് പോകുന്ന സമയം ഒരു സന്തോഷത്തിന് 500ഉം 1000ഉം ഒക്കെ അധികമായിട്ട് നൽകുന്ന ഒരു രീതിയുണ്ട്, ഒരു ചെറിയ സന്തോഷത്തിനായിട്ട്. അതായത് ആ വീട് പണിയുന്നതിനായിട്ട് പണിയെടുത്ത സകല ആളുകൾക്കും ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും ഭക്ഷണ സഹിതം നൽകിയ ഒരു വ്യക്തി. എന്നാലും തീരുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് ഇതിന് പിന്നാലെ സെസ് കൂടി നമ്മൾ കൊടുക്കണം. സർക്കാർ കൊടുക്കേണ്ട കാര്യമാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ക്ഷേമ പെൻഷൻ്റെ കാര്യം എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. കാരണം തൊഴിലാളികൾക്ക് വേണ്ടതെല്ലാം തന്നെ ഈ വ്യക്തി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ വീണ്ടും കെട്ടിട നിർമ്മാണ തൊഴിലാളിയിലേക്ക് നമ്മൾ സെസ് കൊടുക്കണം. അതായത് സ്വന്തമായിട്ടൊരു ഭവനം പണിതു എന്നതിൻ്റെ ആ ഒരു വലിയ മഹാപാപം ചെയ്തതിൻ്റെ ശിക്ഷയായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയിലേക്ക് നമ്മൾ സെസ് കൊടുക്കണം. ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. ഇനി പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം. അതും വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ടാക്സുകൾ ഒരു തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നികുതികൾ ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി വലിയ വീടുകൾ പണിയുന്ന വ്യക്തികളുണ്ടായിരിക്കും. അവർ ആഡംബര നികുതി വേറെയും അടയ്ക്കണം. അതുതന്നെ വലിയൊരു തുകയുണ്ടാകും.
ഇനി ഇതിനെല്ലാം പുറമെ വന്നിരിക്കുന്ന അടുത്ത ഒരു പണിയാണ് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകണമെന്നത്. അതായത് നമ്മൾ പണം മുടക്കി നമ്മൾ വാങ്ങിച്ച വസ്തുവിൽ ആ സ്ഥലത്ത് നമ്മളൊരു വീട് പണിത് നമ്മൾ പണം മുടക്കി പണിയിച്ച് നമ്മൾ കാശ് കൊടുത്ത് അല്ലെങ്കിൽ അപേക്ഷാ ഫീസ് നൽകി പെർമിറ്റ് ഫീസ് അടച്ച് നമ്മൾ തന്നെ കൂലി നൽകി നമ്മൾ തന്നെ കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി നമ്മൾ വെച്ച വീട്ടിൽ, അതും പോരാഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നും സെസ്സും വാങ്ങി നമ്മൾ താമസിച്ചു പോകുന്ന ആ വീടിന് യൂസർ ഫീസ് കൂടെ നൽകണം. എന്തൊരു കൊള്ളയാണെന്ന് നോക്കിക്കോണേ. അതായത് നമ്മൾ ആ വീട് ഉപയോഗിക്കുന്നതിന് ഫീസ് വേറെ നൽകണം. അത് ഹരിതകർമ്മസേനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഗ്രാമങ്ങളിൽ വരുമ്പോൾ 50 രൂപയും നഗരങ്ങളിൽ വരുമ്പോൾ 70 രൂപയും, ഇനി സ്ഥാപനങ്ങളാണെങ്കിൽ 100 രൂപയും കുറഞ്ഞത് എല്ലാ മാസവും നൽകണം. ഇത് കുറഞ്ഞ തുകയാണ്. ഇനി കൂടിയ തുകയുമുണ്ട്. അതായത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ തോന്നിയതുപോലെ ഈ ഒരു തുക നിശ്ചയിക്കാം. അത് ചിലപ്പോൾ 100 150 ആകാം. ആരും പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, കൊടുത്തേ പറ്റൂ. ഇനി ഇവർ വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പൊടിമില്ല് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കൊപ്ര ആട്ടി വിൽക്കുന്ന കടക്കാരൻ പറയുകയാണ്, ഇവിടെ ഭക്ഷ്യസാധനങ്ങൾ മാത്രമാണ് പൊടിക്കുന്നത്, ഇവിടെ അജൈവ മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ല, ഒരു മാലിന്യവുമില്ല, കൊപ്ര ആട്ടുന്നു അല്ലെങ്കിൽ ഗോതമ്പ്, അരി, മുളക് എന്നിവയൊക്കെ പൊടിക്കുന്നു, ആളുകൾ പൊടിച്ച സാധനവുമായിട്ട് അവർ മേടിച്ചുകൊണ്ട് പോകുന്നു, ഇവിടെ കറണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ യൂസർ ഫീസ് 100 രൂപ വീതം കൊടുത്തേ പറ്റൂ. ഇനി ഒരു IT സ്ഥാപനമാണെന്ന് വെക്കട്ടെ, 2 കമ്പ്യൂട്ടറൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു IT സ്ഥാപനമാണെങ്കിൽ പോലും ഇവിടെ മറ്റു മാലിന്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യൂസർ ഫീസ് 100 രൂപ വീതം നിങ്ങൾ നൽകിയേ പറ്റൂ. ഇനി ഈ യൂസർ ഫീസ് നിങ്ങൾ നൽകിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് എന്തെങ്കിലുമൊക്കെ പേപ്പറുകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് തരില്ല. യൂസർ ഫീസ് അടയ്ക്കാനായിട്ട് പറയും. ഇനി 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ അതിന് നിങ്ങൾ ഈ യൂസർ ഫീസ് കൊടുക്കാത്തതിന് നിങ്ങൾ ഫൈനും കൂടി അടയ്ക്കണം. ഫൈൻ അടക്കം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പേപ്പർ കഷ്ണം പോലും ഈ ഒരു പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ പിണറായി സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങ് ചുമത്തി തരും, അത് നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങ് തന്നോളണം. അതായത് ഞങ്ങൾ പറയുന്ന പണം, ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം, അതിപ്പോൾ സെസ് വഴിയോ അല്ലെങ്കിൽ പിഴ വഴിയോ ഏത് രീതിയാണോ അതിങ്ങ് മര്യാദയ്ക്ക് തന്നോണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരും, ഞങ്ങൾക്ക് തോന്നണം, ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ, 2 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും പിരിച്ചു കൊണ്ടുപോകുന്നത് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞാണ് എല്ലാവരും അങ്ങനെ പിടിച്ചു പറിക്കുന്നത്. അതിപ്പോൾ എന്തായെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം, വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്താകുമെന്ന് കണ്ടറിയണം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.